എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോണിയുടെ ഒരു 32 ഇഞ്ച് LED TV ആണ്. ഒരു കോമൺ പ്രോബ്ലമായിട്ടാണ് ഈ LED TV വന്നിരിക്കുന്നത്. സാധാരണയായി കാണപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഇതിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 3 പ്രാവശ്യം ഈ ഓണാവുകയും ഓഫാവുകയും ചെയ്യും. ഈ 3 പ്രാവശ്യം ഓണാവുകയും ഓഫാവുകയും ചെയ്യുന്ന സമയത്ത് സോണി എന്ന് കൃത്യമായിട്ട് എഴുതി കാണിച്ചിട്ടാണ് ഓഫായി പോകുന്നത്. എന്നിട്ട് രണ്ടാമതും ഓണായി സോണി എന്ന് എഴുതി കാണിക്കും, പിന്നെ ഓഫാവും, പിന്നെ ഓണായിട്ട് സോണി എന്ന് എഴുതി കാണിച്ചിട്ട് പിന്നെ റെഡ് ലൈറ്റ്, സ്റ്റാൻഡ് ബൈയിലുള്ള റെഡ് ലൈറ്റ് ഒരു 6 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എറർ കോഡ് എന്ന് പറയുന്നത് 6 ടൈം ബ്ലിങ്കിങ് എറർ കോഡിലാണ് ഈ ഒരു TV കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് 6 ടൈം ബ്ലിങ്കിങ് എറർ കോഡ് എന്ന് പറയുന്നത്? സോണി ബ്രാവിയ TVകളിൽ 6 ടൈം ബ്ലിങ്കിങ് എറർ കോഡ് എന്ന് പറയുന്നത് ബാക്ക് ലൈറ്റ് പ്രോബ്ലം ആയതുകൊണ്ടിട്ടാണ് 6 ടൈം ബ്ലിങ്കിങ്ങിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഓരോ 32 ഇഞ്ച് LED TVകളിൽ 3 സ്ട്രിപ്പ് LEDകളാണ് വരുന്നത്, 4 വരുന്നതുകൊണ്ട്. അപ്പോൾ ഈ 3 സ്ട്രിപ്പിൽ ഏതെങ്കിലും ഒരു സ്ട്രിപ്പിൻ്റെ ഒരു LEDയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ LEDകളോ അതിനകത്ത് കത്താതിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് LED സ്ട്രിപ്പുകളെല്ലാം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. നമുക്കിന്ന് വന്നിരിക്കുന്ന സോണി ബ്രാവിയയുടെ TV ആണ്. ഇത് എഡ്ജ് LED TV ആണ്. എഡ്ജ് LED TV എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്കിലായിട്ട് 3 സ്ട്രിപ്പല്ല, ഒറ്റ സ്ട്രിപ്പിലായിരിക്കും ഇതിൻ്റെ LEDകൾ വരുന്നത്. അതും 5, 3, 4 സെക്ഷനായിട്ടായിരിക്കും ആ LEDയുടെ അറേഞ്ച്മെൻറ്റ് വരുന്നത് ഒറ്റ സ്ട്രിപ്പിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു TV ആണ് നമ്മളിന്ന് സർവീസ് ചെയ്യാൻ നോക്കുന്നത്. ഈ LED റീപ്ലേസ് ചെയ്യാതെ തന്നെ ഇതിനെ മറ്റൊരു രീതിയിൽ ശരിയാക്കാൻ പറ്റും. ആ ഒരു മെത്തേഡാണ് ഞാൻ ഇതിൽ ഈ ഒരു റിപ്പയറിംഗ് വീഡിയോയിൽ കാണിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അപ്പോൾ നമുക്ക് ആ റിപ്പയറിംഗ് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ഇന്ന് റിപ്പയറിംഗ് ചെയ്യാൻ പോകുന്ന സോണി ബ്രാവിയ 32 ഇഞ്ച് LED TV. അപ്പോൾ ഇത് എഡ്ജ് LED ആണ്. നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് ഒന്ന് നോക്കാം. ഞാൻ പവർ സ്വിച്ച് ഓൺ ചെയ്യാണ്. ഓക്കെ, അതിൻ്റെ താഴെ ആ ഒരു പ്രാവശ്യം സോണി എന്ന് എഴുതി കാണിച്ചു, ആ വെള്ള LED കത്തിയിട്ട് അണഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായി, മൂന്നാമത്തെ പ്രാവശ്യം. ഇനി അത് ഓഫായിട്ട് റെഡ് ലൈറ്റ് 6 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6. അപ്പോൾ ഇതാണ് ഈ ഒരു TVയുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ബാക്ക് ലൈറ്റ് LED മാറാതെ റിപ്പയറിങ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആ ഒരു വീഡിയോ ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വരാം. ഈ ഒരു ഇതിൻ്റെ കവർ അഴിച്ച് ഇതിൻ്റെ നമുക്ക് ബോർഡൊക്കെ ആക്സസ് ചെയ്യാന്നുള്ള രീതിയിൽ എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് 2 ബോർഡായിട്ടാണ് വരുന്നത്. ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് ബാക്ക് ലൈറ്റ് ഇൻവെർട്ടർ വിത്ത് ഓഡിയോ സെക്ഷനും കൂടെ ചേർന്ന ഒരു ചെറിയ ബോർഡ്. പിന്നെ ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് മെയിൻ കൺട്രോൾ ബോർഡാണ്, ഇതിൻ്റെ ലോജിക് ബോർഡ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ബോർഡിലാണ് ബാക്ക് ലൈറ്റ് വരുന്നത്. ഈ ഒരു വയർ കണക്ഷൻ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് കണക്ഷൻ. ഇതിൽ 4 നെഗറ്റീവ് പോർട്ടും 2 പോസിറ്റീവ് പോർട്ടും ഉണ്ട്. അതായത് 2 പോസിറ്റീവ് ലൈനും 4 ഫീഡ്ബാക്ക് ലൈനും എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഓരോന്നും, അതായത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു സെക്ഷനിലായിട്ടാണ്. അപ്പോൾ ഈ LED സ്ട്രിപ്പിൽ 4 പാർട്ടായിട്ടാണ് ഈ LEDകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടിലും എത്ര വോൾട്ടേജ് വരുന്നുണ്ട്, എത്ര വോൾട്ടേജ് നിൽക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് ലൈറ്റ് LED ടെസ്റ്റർ എന്നുള്ള ഒരു ടെസ്റ്റർ വേണം. ഇതാണ് നമുക്കിവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള LED ടെസ്റ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് വെച്ച് ഈ ഒരു LED ടെസ്റ്റർ വെച്ചിട്ട് നമുക്ക് ഓരോ LEDയിലും എത്ര വോൾട്ടേജ് കൺസ്യൂം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏത് സെക്ഷനിലോട്ടാണ് ആ ബാക്ക് ലൈറ്റ് കംപ്ലൈൻ്റ് ഉള്ളത്, ലൈറ്റ് പോയത്, LED പോയതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് നമ്മളാദ്യം പവർ കൊടുത്ത് ഓൺ ചെയ്യണം. പവർ കൊടുത്ത് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു 300 വോൾട്ട് വരെ പോകും. അതിങ്ങനെ കയറി ഒരു
334 വോൾട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രോബിലുള്ളത്. പക്ഷേ നമ്മളിത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0-ലോട്ട് പോകും, മറ്റ് കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. പക്ഷേ ഈ 303 വോൾട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ 2 ലെഗിൽ നമ്മൾ തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ കറണ്ട് അടിക്കും. ഓക്കെ, ഇനി 1 by 1 ആയിട്ട് ഓരോ സെക്ഷനായിട്ട് നമുക്കിതിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ഇൻവെർട്ടർ ബോർഡിൽ നിന്ന് പോസിറ്റീവ് ലൈൻ പോകുന്ന 2 ലൈനുണ്ട്. ആ 2 ലൈനിൽ ഒരു ലൈനിൽ നമ്മൾ പോസിറ്റീവ് സൈഡ് വെക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് റീഡിങ് വരുന്നുണ്ട് 46.2 എന്നാണ് റീഡിങ് വന്നിരിക്കുന്നത്. അടുത്ത പോർട്ടിൽ എത്ര റീഡിങ് ഉണ്ട്? അടുത്ത പോർട്ടിൽ 46.8 വരുന്നുണ്ട്. അടുത്ത പോർട്ടിൽ 47.4, 47.2. ഏകദേശം എല്ലാ പോർട്ടിലും ഏകദേശം ഒരേ കണക്കുള്ള വോൾട്ടേജ് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു LED ആയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ഈ 4 ഫീഡ്ബാക്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായാൽ പോലും ഇത് എറർ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്ത നമ്മളിതിൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ ആദ്യത്തെ 3 ലൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ്, 3 അല്ല 4 ലൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇവിടെ 5 ലൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്കുമാണ് വരുന്നത്. അപ്പോൾ ഇനി ഇത് കോമൺ ചെയ്യിക്കുക എന്നുള്ളതാണ് പ്രധാന ടാസ്ക്. അതിന് വേണ്ടിയിട്ട് ഈ നെഗറ്റീവ് ഫീഡ്ബാക്കിനെ നമ്മൾ ഇവിടെ ഷോർട്ട് ചെയ്ത് വിടുക. അതായത് 4 നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. ഈ 4 നെഗറ്റീവ് ഫീഡിനെയും ഇവിടെ ഓരോന്നായിട്ട് ഷോർട്ട് ചെയ്ത് വിടുക. ഷോർട്ട് ചെയ്ത് വിടുന്ന സമയത്ത് ഒരേ ഫീഡ്ബാക്ക് ഈ ICയിൽ വരികയും ആ ഫീഡ്ബാക്ക് കറക്റ്റാക്കി നിർത്തുകയും ഈ ഒരു എറർ മാറുകയും ചെയ്യും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു 4 ലൈന് നമ്മൾ ഷോർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 ലൈന് ഷോർട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ വരാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇവിടെ നിന്ന് ഒരു ജമ്പർ വയറിട്ട് ഇതിലും സോൾഡർ ചെയ്തിട്ടുണ്ട്, ഇതിലും സോൾഡർ ചെയ്തിട്ടുണ്ട്, ഇതിലും സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 4 കണക്ഷനും നമ്മുടെ ഒരേ കണക്ക് സോൾഡർ ചെയ്ത് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം, ആ ഒരു പ്രശ്നം മാറിയോ ഇല്ലയോ എന്ന്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് നേരെ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്തിട്ട് ആ ഒരു പ്രശ്നം റിപ്പീറ്റ് വരുന്നുണ്ടോ, ആ ഒരു കംപ്ലൈൻറ്റ് മാറിയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ പവർ ഓൺ ചെയ്യണം. അല്ല, വൈറ്റ് LED കത്തിയിട്ടുണ്ട്. സോണി ഒന്ന് വന്നു. ഓക്കെ, ഡിസ്പ്ലേ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് എല്ലാ കാര്യങ്ങളും വന്നു. ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇത് മുക്തി നേടിയിട്ടുണ്ട്. ഇത് ആ ബാക്ക് ലൈറ്റിൽ വരുന്ന വോൾട്ടേജിൻ്റെ വേരിയേഷൻ കൊണ്ടിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ചിലപ്പം ഏതെങ്കിലും ഒരു LED വാല്യൂ മാറിപ്പോയത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് നമുക്ക് LED റീപ്ലേസ് ചെയ്യാതെയും ഇങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റും. എല്ലാ കേസുകളിലും ഇത് നടന്നെന്ന് വരത്തില്ല. ചില കേസുകളിൽ മാത്രമേ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ബാക്കി എല്ലാത്തിലും ബാക്ക് ലൈറ്റ് റീപ്ലേസ് ചെയ്താൽ മാത്രമേ ഇത് ശരിയാവത്തുള്ളൂ. ഈ ഒരു TV-യുടെ കാര്യത്തിൽ ഒരു ബാക്ക് ലൈറ്റിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം ഏകദേശം കറക്റ്റായിരുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.